ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇതുണ്ടല്ലോ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആട്ടോ. ഇപ്പോഴാട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പൊ ശരി, ഞാൻ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി നല്ല സുന്ദരിയാവട്ടെ. എത്ര മുഖം കഴുകിയാലും ആ പൊട്ട് പോകത്തില്ല കേട്ടോ. അത് തനിയെ ഇളകി പോകുന്ന വരെ അവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ പൊട്ട് കൊണ്ടുവന്നാൽ അത് തികയത്തില്ല എനിക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് പിശുകൊക്കെ കാണിക്കും. രാവിലെ എഴുന്നേറ്റിട്ടെ ഈ മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കണ്ണും പുരുവൊക്കെ എഴുതി, പൊട്ട് തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണും പുരുവൊന്നും എഴുതിയില്ല, മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നെ കറക്റ്റ് അലവലാതി ലുക്കാണേ. പക്ഷെ മുന്നേ ഞാൻ അലവലാതി ലുക്കിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഈ മുടിയൊക്കെ നല്ലതായിട്ട് വെച്ചിട്ട് നടക്കുവേ. പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതൽ ഓടിയ ഷോർട്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഈ അലവലാതി ലുക്കിലൊക്കെ നിൽക്കുന്നത്. ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ടായിരുന്നല്ലോ, ആ ശീലം എനിക്കൊരു 5-6 മാസമായിട്ട് തുടങ്ങിയതാട്ടോ. അതിന് മുന്നേ എൻ്റെ മേക്കപ്പ് കിറ്റിൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നേ. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ ചെറിയ ഡോട്ടൊക്കെ, ഇങ്ങനെ കറുത്ത ഡോട്ടൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു, വീട്ടിലിരുന്നാലും വെളിയിൽ പോയാലും എന്ത് കണ്ടീഷനായാലും നീ സൺസ്ക്രീൻ ഇടണം. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞൊരു സൺസ്ക്രീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിപ്പോൾ ഡെയിലി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മുടി, അതൊരു സംഭവമാണ്. ഈ ചകിരി പോലെ എങ്ങനെ ഉപമിക്കുക അതിനെ, കാടുന്നോ ചകിരിന്നോ. ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതെങ്ങനെയാ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണേ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടാസ്ക്കാണ് അതങ്ങനെ ഇങ്ങനെ ഒന്നും സംഭവിക്കാണ്ടും ജട പിടിക്കാണ്ടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാട്ടോ. അപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ട് ഒന്ന് വൃത്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടല്ലോ കിച്ചണിൽ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാറുണ്ട്. അത് ആദ്യം ചെയ്യട്ടെ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പൊട്ടിപ്പാളീസായ ഒരു പൊറോട്ട ഉണ്ടാക്കിയ കഥ കാണിച്ചു തരാം. ജട്ടി കൊട്ടിരിക്കുന്നു. കറക്റ്റ് ജട്ടി, 2 കാലിടാനുള്ള സ്ഥലം, 2 അപ്പുറം ഇപ്പുറം ചേർത്താ മതി. ഇവന്റെ കീറുന്നില്ലല്ലോ. അവന്റെ തോക്ക് ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞ ജെട്ടിയാന്ന്. ഇപ്പൊ നോക്ക ഇവന്റെ എന്താന്ന് പറ. അടുത്തത് പൊറോട്ട എക്സ്പേർട്ട് ആണ് അടിക്കാൻ പോകുന്നത്. എടാ ഇങ്ങേറെങ്ങാനും പരത്തിയിട്ട് നല്ല രീതി വന്നേ നമ്മൾ എന്ത് ചെയ്യൂടാ. മറ്റേടെ വിരലൊന്ന് കാണിച്ചു കൊടുത്തേക്കടാ. എന്നിട്ട് മറ്റേത് മുകളില്, മറ്റേത് മുകളില്. ഒന്ന് പിടിച്ചേ. ഒരു മാവിനെ കൊല്ലാക്കളയാണ് എക്സ്പീരിയൻസ്. അങ്ങനെ ആദ്യത്തെ കറണ്ട് അടിച്ച പിന്നെ പോയി. അതന്നെ. പതുക്കെ അതിന് വേദനിക്കും. പയ്യെ പയ്യെ. ഓ ഭയങ്കരം നിസാരം. അതൊക്കെ നല്ല ഓട വെച്ചു. അതൊരു കത്തിയുണ്ട്, അത് പൊളിച്ച്. ഞാൻ കളി കാണാൻ പോവാ. ഓക്കെ, ആക്ച്വലി
ചേച്ചി ആക്ച്വലി ഇതാ ശരിക്കും മഴയെ കുറച്ച് തീർന്നു വന്നേക്കുന്ന കീറാണ്ട്. അതെ ചേട്ടാ 3 ഓക്കെ. അയഞ്ഞേണ്ട തന്നെ കേട്ടോ. അതൊന്നും എനിക്ക് തന്നേക്കില്ലേ. ഇന്നലത്തെ പൊറോട്ട അടിയോട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജന്മത്ത് പൊറോട്ട ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഞാൻ പിന്നെയും പൊറോട്ട ഉണ്ടാക്കും, പിന്നെയും ഫ്ലോപ്പ് ആവും. പക്ഷെ എൻ്റെ ഒരേ ഒരു പ്രാവശ്യം എങ്ങനെയോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രാവശ്യം അടിപൊളിയായിട്ട് വന്നായിരുന്നു, പിന്നെ ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ ജിലേബി ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയായിരുന്നു, ഒരു പ്രാവശ്യം വന്ന്. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും പിന്നെ വന്നിട്ടേ ഇല്ല. അങ്ങനെ ഇതുണ്ടാക്കുമ്പോൾ അവരുടെ എപ്പോഴും എന്നോട് പറയും ഇത് സമയനഷ്ടമാണ്, സാധനം നഷ്ടമാണ്, എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പാടാണ്, ഈ സമയത്ത് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയും. പക്ഷെ എന്നാലും എനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. 2 ദിവസമായിട്ട് ഇറച്ചിച്ചോറും പൊറോട്ടയും ബീഫൊക്കെ ആയിട്ട് ഭയങ്കര ഹെവി ആയിരുന്നേ. അപ്പോൾ ഈ ഞായറാഴ്ച വളരെ സിമ്പിളായിട്ടുള്ള ഊണാട്ടോ ഉണ്ടാക്കുന്ന ഉച്ചയ്ക്ക്. ഞാൻ അരി കഴുകി ഓൾറെഡി അടുപ്പത്ത് വെച്ചായിരുന്നല്ലോ. അപ്പം നമുക്കിനി സാമ്പാറിന് പരിപ്പ് കഴുകി അതും ഒന്ന് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചില സമയത്ത് കട്ടി പെരുങ്കായം കിട്ടുവാണെങ്കിൽ അതാട്ടോ ഇടാറുള്ളത്. അപ്പം നല്ല സ്മെല്ലായിരിക്കും കേട്ടോ സാമ്പാറിന്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണ്ടേ. അയ്യോ എല്ലാം മടിക്കുന്നത്. ഞാൻ രാവിലെ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതൊന്നും കഴിക്കട്ടെ. പരിപ്പൊക്കെ കഴുകി അടുപ്പത്ത് വെച്ച് സാമ്പാറിന് കഷ്ണങ്ങളുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, മത്തങ്ങയുണ്ട്, ക്യാരറ്റുണ്ട്, കുഞ്ഞുള്ളി ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ 2 വെണ്ടയ്ക്ക വേണമെങ്കിൽ അരിഞ്ഞിടാം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളായി. അപ്പോൾ ഓർത്ത് സാമ്പാറും മെഴുക്കുവരട്ടിയും മാത്രം പോരല്ലോ, സൺഡേ അല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. ഞങ്ങളുടെ വീട്ടിൽ പാൽ ചായ അല്ലെങ്കിൽ പാൽ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഞായറാഴ്ച ദിവസം മാത്രം കേട്ടോ. പിന്നെ ഒരു അടിപൊളി പാൽക്കാപ്പി ഉണ്ടാക്കാം കേട്ടോ. നല്ല കാപ്പിപ്പൊടിയൊക്കെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഒരു അടിപൊളി കാപ്പി അങ്ങ് ഉണ്ടാക്കിയാലോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ഇട്ടിട്ട് അതിനോടാവശ്യത്തിനുള്ള മധുരം ഇട്ട് കുറച്ച് ഒരു ശകലം 2-3 ടീസ്പൂൺ ചൂടുവെള്ളത്തോട് വെച്ചിട്ട് ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്യണം. ഈ എഗ് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്യണം. ഞാനിത് എഗ് ബീറ്റർ വെച്ചിട്ടാട്ടോ ബീറ്റ് ചെയ്യുന്നത്. എന്താ അടിപൊളിയായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കാപ്പി റെഡിയാണ്. പക്ഷേ ഞാൻ ഒരു തരം സൈക്കോ കേട്ടോ. ഈ നെസ്കഫെ ആണെങ്കിലും ബ്രൂ ഒക്കെ ആണെങ്കിലും എനിക്ക് അതിൽ ഒരു ഏലക്കായെങ്കിലും ചതച്ചിടാണ്ട് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരും പറയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് കളഞ്ഞിട്ട് എന്തിനാ നീ കുടിക്കണമെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒരു 5 മിനിറ്റ് കാപ്പി ബ്രേക്ക് ഞാൻ ഈ സമയത്താട്ടോ ഞായറാഴ്ച ദിവസം അമ്മേനെയൊക്കെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോവോ അല്ലെങ്കിൽ അവർ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം ഞാനൊന്ന് അവരോടൊക്കെ സംസാരിച്ച് കാപ്പിക്ക് പതുക്കെ ഊതി കുടിച്ചിട്ട് വരാം. പിന്നെ ആദ്യം തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കാരണം പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം അതിലോട്ടിട്ടിട്ട് ഞാൻ സാമ്പാറിൽ ഒരു ശകലം ജീരകം ഇടും കേട്ടോ. എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജീരകം കൂടി ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് തിരിച്ച് വേവിക്കാൻ വെക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ആ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ സവാള. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി ഉണ്ടല്ലോ ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ചു നേരം വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു സാധനം ആദ്യം മറന്നുപോയേ. അത് അറിയാണ്ടും മറന്നുപോയതാണോ അതോ പിശുക്കൊണ്ട് മറന്നുപോയതാണോ? അല്ല, പിശുക്കൊണ്ട് മറന്നുപോയതല്ല. പക്ഷെ തക്കാളിക്ക് ഭയങ്കര വിലക്കുള്ളാട്ടോ ഇവിടെ. തക്കാളി ഇടാൻ മറന്നുപോയത്. തക്കാളിക്ക് ഭയങ്കര വിലക്കുള്ള ലാസ്റ്റ് സ്റ്റേജിലാട്ടോ ഞാൻ. അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ലാസ്റ്റ് ഓർക്കണം തക്കാളി ഇട്ട് കൊടുത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് പിഴിപുളി ഇല്ലേ അത് പിഴിഞ്ഞു വയ്ക്കണ്ട കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ അവിടെ ഇരുന്ന് പതുക്കെ വെള്ളമൊക്കെ വറ്റി റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ സാമ്പാറുമായി. അപ്പൊ ഞാനുണ്ടല്ലോ ഇതിനിടയ്ക്ക് ചെമ്മീനിൽ കുറച്ച് ഒരു ശകലം എന്താ പറയാ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡിയായേ. അപ്പൊ ഏകദേശം എൻ്റെ പണി കഴിയാറായിട്ടുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകി ഇനി കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയോണം അടിപൊളിയാവും. നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സാമ്പാറുണ്ട്, എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പച്ചക്കറികളുള്ളത്. അതിൽ വെണ്ടയ്ക്കാണ് ഇവിടെ അധികം കിട്ടാറുള്ളത്. പിന്നെ പയറും ഇഷ്ടമാട്ടോ, അച്ചിങ്ങപ്പയറും. അത് എപ്പോഴും കിട്ടാറില്ല. അപ്പം അങ്ങനെ വെണ്ടയ്ക്ക അധികം കിട്ടുന്നു. എല്ലാ ആഴ്ചയും നമുക്ക് വെണ്ടയ്ക്ക കിട്ടും. അതുകൊണ്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഞായറാഴ്ച ദിവസം ഞാനാട്ടോ ആദ്യം എഴുന്നേറ്റ് പോരുന്നത്. അപ്പോൾ അരുൺ അത് കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ കിടക്കുക. അല്ലാത്ത ദിവസം അരുൺ ആദ്യം എഴുന്നേറ്റ് പോകും. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇനി രാത്രിത്തേക്ക് ഈ ചോറൊക്കെ തന്നെയാണ്, വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. ഞങ്ങൾ ചില സൺഡേസിലേ ഇവിടെ നെല്ലിക്കത്തളം ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മുടെ നവരത്ന ഓയിലുണ്ടല്ലോ അത് തലയിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കേ. അപ്പം തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പം എനിക്ക് ഈ ആഴ്ച വലിയ കുഴപ്പമില്ല. അപ്പം ഈ ആഴ്ച എൻ്റെ കെട്ടിയോനാട്ടോ ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ വളരെ സന്തോഷം തരും കേട്ടോ. ഇപ്പോൾ ചില സൺഡേസിൽ അരുൺ എനിക്ക് ഹെയർ മസാജ് ചെയ്ത് തരും, ഞാൻ അരുണിന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യും. പിന്നെ ഞങ്ങൾ മിക്ക ദിവസങ്ങളും മാക്സിമം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ ഒരുമിച്ചിരുന്ന് എന്താ പറയുക ആഴ്ചയിൽ 2-3 ദിവസം ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ നോക്കും. ഇപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോണ്ടിങ് ഒക്കെ ഭയങ്കര കൂടും കേട്ടോ. ഇപ്പം എല്ലായ്പ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതല്ല. ഇപ്പം ഡിവോഴ്സ് ആവുന്ന രീതിയിൽ ഞങ്ങൾ ഭയങ്കര തല്ലുപിടുത്തവും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൻ്റെ മാർക്കുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനത്തെ കാര്യങ്ങളോടെ മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ അടയും ചക്കരയായിരിക്കും ഞങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് ഉച്ചയോണം എടുക്കുവാണേ നല്ല ചോറും സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി ഞാൻ ഊണ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.